ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ചെറിയ സ്ട്രക്ചർ വ്യത്യാസം വന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മുല്ലപ്പെരിയാർ ഡാം വെറും ഡാമല്ല, അത് പൊട്ടിയ ഹിറോഷിമയിൽ ബോംബ് വീണേന് അവിടെ വീണേനെക്കാട്ടി 10 ഇരട്ടി പവറിലായിരിക്കും ഇവിടെ കേരളത്തിൽ സംഭവിക്കാൻ അത്രയും കോടി ജനങ്ങളാണ് മരിക്കാൻ പോണത്. എറണാകുളം എന്ന് പറഞ്ഞ ജില്ല അവിടെ ഉണ്ടാവുമെന്ന് പോലും അറിയാൻ പറ്റില്ല. വെള്ളത്തിൽ മുങ്ങിപ്പോവും, കേരളം രണ്ടായിട്ട് വിഭജിക്കും, മറ്റു ഭാഗങ്ങൾ വേറെ സ്റ്റേറ്റുകാർ വേണമെങ്കിൽ ഏറ്റെടുക്കും. ആ ഒരു അവസ്ഥയിലാണ്. കാരണം കേരളത്തിൻ്റെ നാശം എന്ന് പറഞ്ഞാൽ അത് ദിവസമായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാൻ മാത്രം പവറുള്ള ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ. എന്നിട്ട് അതിനെക്കുറിച്ച് കുറേ പേർക്കൊന്നും അറിയത്തുമില്ല, അവരതിൻ്റെ കാര്യമൊക്കെ എടുക്കണില്ല. എല്ലാവരും വിചാരിച്ചിങ്ങനെ ഇടുക്കി ഡാം അതിൻ്റെ പവർ വെള്ളം വരുമ്പോൾ തടുത്ത് നിർത്തോന്നാണ്. നിങ്ങൾക്ക് തോന്നണ്ട അത്രയും വലിയ ഡാമിന് നമ്മുടെ വെള്ളത്തിന് സാധാ വെള്ളത്തിൻ്റെ പവറാണെന്ന്. അതിങ്ങനെ പൊട്ടിയിട്ടാണ് മഞ്ഞെങ്കിൽ അതിൻ്റെ കല്ലിൻ്റെ പീസ് തന്നെ ഒരെണ്ണം മതി ഇടുക്കി ഡാമൊക്കെ പൊളിയാൻ. അപ്പോൾ ഒരാളുടെ ചെളി വയ്ക്കും. എത്ര ആളുടെ പൊക്കത്തിലാണ് ചെളി വഞ്ഞെന്ന് നമുക്ക് ഒരു ഇതും പറയാൻ പറ്റൂല. അത്രയും അത് ചെളിയായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ പോണത്. പിന്നെ ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ മരിക്കാൻ പോണ ആൾക്കാരുടെ എണ്ണത്തിൽ കണക്കുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ വെള്ളം മുഴുവൻ ചെന്ന് അടിയാൻ പോണ നമ്മുടെ ഇവിടെ ആയിരിക്കും, നമ്മുടെ അറബിക്കടലിലായിരിക്കും ചെന്ന് അടിയാൻ പോണം. എന്ന് പറഞ്ഞാൽ എത്ര മനുഷ്യന്മാരുടെ ഡെഡ് ബോഡി ഉൾപ്പെടെ അതിലും എണ്ണാൻ പറ്റാത്ത അത്ര മനുഷ്യ ഡെഡ് ബോഡി ചെളിയുടെ ഉള്ളിലായിരിക്കും കിടക്കണം. എത്ര നാൾ ശ്രമിച്ചാലും മുഴുവൻ പേരൊന്നും ഡെഡ് ബോഡി ആയിട്ട് പോലും പുറത്തില്ല. അത്രയും അങ്ങനത്തെ അവസ്ഥ. കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ ചെറിയൊരു ഭാഗം തന്നെ ഇല്ലാണ്ടായിപ്പോവും. കേരളം എന്ന് പറഞ്ഞ സംഭവമേ ഇല്ലാണ്ടായി പോണ അത്രയ്ക്ക് വലിയൊരു പവറുള്ള സംഭവമാണ് ഇപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം. അതിനെക്കുറിച്ച് ആരും ഇങ്ങനെ ചിന്തിക്കണ പോലുമില്ല. ഇതിന് മുമ്പിൽ ഡാം കെട്ടുകയോ അങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സേഫ്റ്റി ഡാം അങ്ങനത്തെ എന്തെങ്കിലും സംഭവം കെട്ടി കുറച്ച് വെള്ളം അവിടെ സ്റ്റോർ ചെയ്താൽ തന്നെ ഇതിനെ നമുക്ക് അത്രയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ ചെയ്യാൻ പറ്റാത്ത എന്താ വെച്ചാൽ നമ്മൾ പണ്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ തമിഴ്നാട്ടുകാരെ സംബന്ധിച്ച് കൃഷിക്കാരൊക്കെ സമരമായിട്ട് വന്ന് അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് വെള്ളം കിട്ടണ ആ ഡാമിൻ്റെ അവിടെ നിന്ന് വെള്ളം അങ്ങനെ ഫുള്ളെന്ന് പറയുമ്പോഴാണ് അവർക്ക് വെള്ളം എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ സമ്മതിക്കാത്ത. പിന്നെ നമുക്ക് പുതിയ ഡാം പണിയാൻ പറ്റാത്ത. അപ്പോൾ അതിൽ പണിയാൻ വേണ്ടി പെറ്റീഷൻ കൊടുത്തു. അപ്പോൾ അതിൽ ഇത്രയും ലക്ഷം ആൾക്കാരോടും വോട്ട് വെക്കണം. അപ്പോൾ ആദ്യത്തെ പെറ്റീഷൻ പോയിട്ടുണ്ട് 10 ലക്ഷം ആൾക്കാരുടെ. അത് കഴിഞ്ഞ് ഇപ്പോഴും 30 ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്യേണ്ടതുകൊണ്ടാണ്. ഇതിൽ ഇപ്പോഴും 16 ലക്ഷം ആൾക്കാർ മാത്രം ചെയ്തിട്ടുള്ളൂ. കാരണം പകുതി ആയിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഓർക്കണം, നമ്മുടെ കേരളത്തിൽ തന്നെ ഒറ്റനകം നശിപ്പിക്കാൻ പറ്റുന്ന വലിയക്കാട് സംഭവം മുല്ലപ്പെരിയാർ. അതിനെ നമ്മൾ അതിനെ സംരക്ഷിച്ചാൽ അതിൽ നിന്ന് നമ്മൾക്കൊന്നും പറ്റാണ്ടിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ മാക്സിമം അതിൽ പെറ്റീഷൻ സൈൻ ചെയ്യണം. സൈനിനൊപ്പം ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ പേരടിക്കണം. നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഏതെങ്കിലും ജിമെയിൽ ഐ ഡി അടിച്ചാൽ മതി. എന്നിട്ട് സൈൻ എന്ന് പറഞ്ഞാൽ നെക്കിക്കഴിഞ്ഞാൽ ഓക്കെ സൈൻ ആയിട്ടുണ്ട്, ഒരാളുടെ വോട്ട് അതിൽ കണക്കിൽ പെട്ടിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യും. ഇപ്പോൾ ഒരാൾക്ക് വെച്ച് ഷെയർ ചെയ്യും. കാരണം ഒരാൾ വേറെ ഒരാൾക്ക് ഷെയർ ചെയ്യും, 2 വോട്ടായി. ഇതുപോലെ കേരളത്തിൽ എത്ര പേരുണ്ട്? അത്രയും പേര് ചെയ്താൽ തന്നെ 30 ലക്ഷമൊക്കെ ഒന്നുമല്ല, എത്ര കോടി ജനമുണ്ട് കേരളത്തിൽ. നിങ്ങൾ അതൊന്നും ആലോചിച്ചോ. കാര്യം പകുതി പേര് ചെയ്താൽ തന്നെ ഇതാവും. പകുതി പോലും ആവണ്ട, അത്രയും പകുതി കാൽഭാഗം പോലും ആവണ്ട, അത്രയും പേര് ചെയ്താൽ മതി. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് സൈൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ പെറ്റീഷൻ്റെ. ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് സേവ് കേരളം എന്ന് അടിച്ചാൽ തന്നെ ഫസ്റ്റ് വൺ ഈ ലിങ്ക് ആയിരിക്കും പെറ്റീഷൻ്റെ. എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു ചെറിയൊരു ഞാൻ പറയാം 3-2-4 മണിക്കൂറും കൊണ്ട് കേരളം എന്ന് പറഞ്ഞ ജില്ല സംസ്ഥാനം ആ സംഭവം അന്ന് ജില്ല എന്ന് പറയുമ്പോൾ എറണാകുളം, ഇടുക്കി അങ്ങനത്തെ ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ ഫുള്ളങ്ങാട് പോകും. കാര്യം പറയാം, നമ്മുടെ തമിഴ്നാട്ടിൻ്റെ ചില ഭാഗങ്ങൾ പോകും. അപ്പോൾ ഈ കേരളം സംസ്ഥാനം തന്നെ ഇല്ലാണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഗൂഗിളിൽ ചെന്ന് ഒന്നെങ്കിൽ സേഫ് കേരളം അല്ലെങ്കിൽ സേവ് മുല്ലപ്പെരിയാർ അല്ലെങ്കിൽ www.change.org എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പം തന്നെ വെബ്സൈറ്റിൽ പോകും. അത് നിങ്ങൾ മാക്സിമം സംഭവം ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പെറ്റീഷൻ കൊടുക്കാനുള്ളൂ. ഇതെങ്ങാനും ഗവൺമെൻറ് പ്രൈം മിനിസ്റ്ററിന് സെൻഡ് ചെയ്യണം. അപ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ ഡയറക്റ്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കെട്ടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഇതായിട്ട് എല്ലാം ചെയ്യാൻ വേണ്ടിയൊക്കെ പറയണം. അപ്പം നിങ്ങൾ മാക്സിമം കേരളത്തെ രക്ഷിക്കാൻ നിങ്ങൾ ഇനി കേരളം രക്ഷിക്കണം. സെൽഫിഷായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ വേണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയി നിന്ന് നോക്കും, മുല്ലപ്പെരിയാർ പൊട്ടാൻ പോകണം അറിഞ്ഞ് നിങ്ങളിപ്പോൾ പ്ലെയിൻ പിടിച്ച് അവിടെ പോയി നിന്ന് നോക്കും. തിരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ആ വീട് പോലും കാണാൻ പറ്റില്ല. അത്രയും 3-4 വീടിൻ്റെ ഒക്കെ ചെളിയായിരിക്കും. ആലോചിച്ച് നോക്കി നിങ്ങളപ്പോൾ രക്ഷപ്പെട്ടെന്നൊക്കെ ആരുമില്ല. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും ഇവിടെ ആയിരിക്കും. ഇനി പുറത്തുണ്ടവർ അവിടെ പോയി ജീവിച്ചോ, അല്ലാത്തവരെന്ന് ആലോചിച്ച് നോക്കി ഇവിടെ. അപ്പോൾ മാക്സിമം നിങ്ങൾ അതിന് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്താൽ മതി. അപ്പോൾ അടിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവരെ കയറി ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വോട്ട് ചെയ്താൽ മതി.
അതിൻ്റെ വേറെ ഒന്നും പറയണില്ല. അപ്പം നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. വല്യക്കാട്ട പ്രളയോ അല്ല വല്യക്കാത്ത ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമോ അങ്ങനത്തെ വല്ലതും സംഭവിക്കാൻ പോകണം. ഇത്രയും കോടി ജനങ്ങളാണ് മരിക്കാൻ പോണത്. നിങ്ങളത് ആലോചിക്കണം. കുറച്ച് ചെറിയൊരു മിസ്റ്റേക്ക് കാരണം മരിക്കണം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഇത്രയും കോടി ജനങ്ങൾ ഇനി ഇവരെ എങ്ങാനും മാറ്റാൻ നോക്കിയാലും പറ്റൂല. അത്രയും ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ കുറേ പേരൊന്നും മാറത്തൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഗൈസ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും ചിലപ്പോൾ നീ കാണുന്നവർ ചിലപ്പോൾ ജില്ലയിൽ അങ്ങ് അറ്റത്തല്ലോ ആണെങ്കിൽ ഈ ഇത് ബാധിക്കൂലാണ്. പക്ഷെ നിങ്ങൾ ഓർക്കണം ഇവിടെ ഇത്രയും ബാധിക്കാം. ഇത്രയും ലെവലിലൂടെ വെള്ളം പൊങ്ങുമ്പോൾ നിങ്ങളുടെ അവിടെ ചെറിയ രീതിയിൽ വെള്ളം പോലും കയറാണ്ടൊന്നും ഇരിക്കൂല. കേരളത്തിൽ എന്തായാലും നല്ലൊരു പ്രളയം വരും 2018 ഭീകരമായ. പക്ഷെ അതിൽ നാശങ്ങൾ വിധിക്കാൻ പോണ ഈ നടുക്ക് ഇങ്ങനെ എറണാകുളം അങ്ങനത്തെ ജില്ലകൾക്കായിരിക്കും. നിങ്ങളവിടെ വരും. പിന്നെ അതുമാത്രമല്ല, ഈ എത്ര കോടി ജനങ്ങളാക്കി മരിച്ചു വീഴണം ഓരോ ഭൂമിയിലും. ഇവരെല്ലാവരും പുറത്തെടുക്കുമ്പോഴേക്കും എല്ലാവരും ചീഞ്ഞ് അങ്ങനെ സംഭവം. അപ്പം അത് കാരണം വേണമെങ്കിൽ പുതിയ വൈറസ് തന്നെ ക്രിയേറ്റ് ആകും. നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവാൻ പോണ ആപത്തിനെയൊക്കെ കുറിച്ച്. അപ്പോൾ ഇതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് അതിലൊന്ന് വോട്ട് ചെയ്ത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചിലവാണ്, പൈസ പോലും ഡൊണേറ്റ് ചെയ്യണ്ട. വെറുതെ നിങ്ങളുടെ ജിമെയിൽ അതൊക്കെ കൊടുത്ത് വെറുതെ ഒന്ന് വോട്ട് ചെയ്താൽ സൈനൊക്കെ ചെയ്ത് കൊടുത്താൽ പോരെ ഗൈസ്. നിങ്ങൾക്ക് വേറെ ചിലവൊന്നുമില്ല. സേവ് കേരളം ഗൈസ്. നിങ്ങൾ സേവ് കേരളം എന്നൊരു ഗൂഗിൾ അടിക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ് വന്നത് ഇതാണെന്ന്. അപ്പോൾ എത്ര ഭീകരമായ കാര്യമായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരിടക്ക് ഇവിടെ എല്ലാവരും പൊട്ടുമെന്നാണ് ഇപ്പം പറഞ്ഞു നടന്നത്. അപ്പം ഒരു സ്ട്രക്ചർ വ്യത്യാസം വന്നിട്ടില്ല ഡാമിന്. എന്നാൽ ഇപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ചെല്ലാം, മുല്ലപ്പെരിയാർ ഡാം സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ മറ്റേ സ്ട്രീറ്റ് വ്യൂ എന്നൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ അങ്ങനത്തെ സ്ട്രക്ചർ വ്യത്യാസം വെറുതെ ഒന്നും വരില്ല ഗൈസ്. നിങ്ങളത് ആലോചിക്കണം. ഇത്രയും വലിയ സ്ട്രക്ചറാണ് അതിൽ പ്രിൻ്റ് ആയിരിക്കണം. ചെറുത് വല്ലതും ആണെങ്കിൽ മിസ്റ്റേക്ക്. ഇത്രയും വലുതിന് എന്തായാലും ഒരിക്കലും വരാൻ പോണില്ല. സാറ്റലൈറ്റ് കറക്റ്റ് ഇൻഫോർമേഷൻ തന്നിരിക്കുക. അപ്പം നിങ്ങൾ ആലോചിക്കണം എത്ര ഭീകരപരമായ കാര്യമാണ് ഈ നടക്കാൻ പോണേന്ന്. ഇത് ആലോചിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഓരോ സംഭവങ്ങളും ചെയ്യാൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരും സേഫായിരിക്കാൻ മാക്സിമം ശ്രമിക്കുക.